ഓക്കെ പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് +1 മാത്തമാറ്റിക്സിൻ്റെ ഭാഗമായിട്ടുള്ള പ്രാക്ടിക്കൽ വർക്കാണ്. ലാബ് നമ്പർ 2 ഷിഫ്റ്റിംഗ് ഓഫ് എ ഗ്രാഫ് എന്ന് പറയും. അപ്പം ഇതിലും ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്. 14 മാർക്കുള്ള 3 ക്വസ്റ്റ്യനായി ഡിവൈഡ് ചെയ്തുകൊണ്ടുള്ള ക്വസ്റ്റ്യനാണ് ഉണ്ടാകാൻ സാധ്യത. വളരെ എളുപ്പമാണ്. കുറച്ച് മാത്തമാറ്റിക്സ് ഐഡിയ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് ചെയ്തെടുക്കാൻ പറ്റും. പ്രാക്ടീസാണ് നമ്മൾ എപ്പോഴും കാണേണ്ട ഒരു ഗൗരവമുള്ള കാര്യം. വെറുതെ നോക്കിയോണ്ടോ ആവർത്തിച്ച് നോക്കിയോണ്ടോ കാര്യമില്ല. അതൊന്ന് ചെയ്ത് നോക്കുമ്പോഴാണ് അതിൻ്റെ ബുദ്ധിമുട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുക എന്നാണ് ഞാൻ ഇവിടെ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യം. ഇപ്പോൾ ജിയോജിബ്ര എടുക്കുക. ജിയോജിബ്ര എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആദ്യത്തെ വർക്ക് എന്ന് പറയുന്നത് ഷിഫ്റ്റിംഗ് ഓഫ് എ ഗ്രാഫ്, ലാബ് നമ്പർ 2. അപ്പോൾ അതിൽ നമുക്ക് അറിയേണ്ടത് ഒരു ഗ്രാഫിനെ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ അവിടെ സംഭവിക്കുന്ന കാര്യം എങ്ങനെയായിരിക്കും. പല തലത്തിലും നമ്മളത് ചെയ്ത് നോക്കുന്നുണ്ട്. അതാണ് ഈ ചാപ്റ്ററിൽ ലാബുമായി ലിങ്ക് ചെയ്ത് നമ്മളിവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം. ഇപ്പോൾ ഒന്നാമത്തെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് ആക്ടിവിറ്റി നമ്പർ 2.1 ഷിഫ്റ്റിംഗ് ഓഫ് എ ഗ്രാഫ്സ്. അപ്പോൾ അവിടെ നമ്മൾ ചെയ്യേണ്ടത് f(x+a) എന്ന് പറയുന്നത് ഫംഗ്ഷന് പുറത്താണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യം നമ്മൾ മനസ്സിൽ വേണം. ഫംഗ്ഷന് പുറത്ത് വരുമ്പോൾ അവിടെ ഗ്രാഫിൻ്റെ മൂവ്മെൻറ്റ് എങ്ങനെയാണ് ചെയ്ത് നോക്കാതെ നമ്മളെ കൊണ്ട് പറയാൻ പറ്റണം. f(x+a) എന്ന് പറയുമ്പോൾ ഒറ്റ നോട്ടത്തിൽ മനസ്സിലായി ഫംഗ്ഷന് പുറത്താണ്. ഇത് എ ആണ്, മാറ്റം വന്ന് സ്ലൈഡർ മാറുമ്പോൾ എ മാറും. അപ്പോൾ അങ്ങനെ മാറ്റം വരുന്ന സമയത്ത് ഗ്രാഫിൻ്റെ മൂവ്മെൻറ്റ്, ഒരു ഗ്രാഫ് വരച്ചു കഴിഞ്ഞാൽ ഒരു x² ഗ്രാഫ് വരച്ചാൽ കർവായിരിക്കും. അത് എങ്ങനെയാണ് ആ ഗ്രാഫിലൂടെ മൂവ്മെൻറ്റ് എങ്ങനെയാണ്, ആ ഒരു മൂവ്മെൻറ്റ് നമ്മൾ മനസ്സിൽ വേണം. ചെയ്ത് നോക്കുന്ന മുന്നേ തന്നെ അതൊന്ന് പഠിച്ചു വെക്കുക. അതാണ് ഏറ്റവും ഗൗരവമുള്ള കാര്യം. അപ്പോൾ നമുക്കിവിടെ ചെയ്യേണ്ടത് ആദ്യം x² ടൈപ്പ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ പേര് കൊടുക്കണ്ട, ഓട്ടോമാറ്റിക്കലി ആൾജിബ്ര വ്യൂവിൽ കാണാൻ പറ്റും. ഒരു നമ്പർ സ്ലൈഡ് ക്രിയേറ്റ് ചെയ്യണം. 0.1 എന്ന് പറയുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ സിൻടാക്സ് അറിഞ്ഞു വെക്കണം. g(x) ഒന്നും കൊടുക്കണ്ട. ഇതാണ് നടക്കുന്ന പ്രോസസ്സ്. നിങ്ങൾ എന്ത് ചെയ്യുക, f എന്ന് പറഞ്ഞാൽ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ f+a ആഡ് ചെയ്യുകയാണെങ്കിൽ ജീൻ്റെ ഗ്രാഫ് അവിടെ കാണാൻ പറ്റും. സ്ലൈഡർ മൂവ് ചെയ്യുന്നതനുസരിച്ച് ജീൻ്റെ ഗ്രാഫ് മാറിക്കൊണ്ടേ വരും. അപ്പോൾ അവിടെയുള്ള 2 ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ആൻസർ ചെയ്യേണ്ടത്. ഒബ്സർവ് ഹൗ ദി ഗ്രാഫ് ഓഫ് f(x) ചേഞ്ചസ് അക്കോർഡിംഗ് ടു എ മാറുമ്പം അവിടെയുള്ള ഗ്രാഫിൻ്റെ വേരിയേഷൻ എങ്ങനെയാണ്, അതായത് f(x) g(x)ൻ്റെ ഗ്രാഫ് എങ്ങനെയാണ് മാറ്റം വരുന്നത്. f(x) അവിടെ തന്നെയായിരിക്കും. പിന്നെ ഇൻപുട്ട് ബോക്സ് ഒക്കെ കൊടുത്ത് സ്ലൈഡറിനും ഒരു ഇൻപുട്ട് ബോക്സ് കൊടുക്കുക, ഫംഗ്ഷനും കൊടുക്കുക. അതിനുശേഷം നമ്മളത് ചെയ്യുക. പിന്നെ ഇവിടെ ഒരു ബോക്സ് പറഞ്ഞിട്ടുണ്ട്, നമുക്കിത് ട്രേസ് ഒക്കെ ചെയ്യാം. ഇപ്പോൾ ട്രേസ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ട്രേസ് ഉപയോഗിച്ച് കളയണമെങ്കിൽ Ctrl+F അടിച്ചാൽ ഓട്ടോമാറ്റിക് പോവും. അങ്ങനത്തെ ഒരു കാര്യങ്ങളൊക്കെ ഇവിടെ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് മെയിനായിട്ട് നോക്കണം മറ്റേതാണ്. മറ്റേത് നമുക്ക് ചെയ്ത് നോക്കാവുന്നേ ഉള്ളൂ. അപ്പം പ്രാക്ടീസ് ചെയ്യേണ്ടത് mod x ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ വാല്യൂ ഓഫ് ഫംഗ്ഷൻ, അതായത് ഫ്ലോർ ഫംഗ്ഷൻ കൊടുക്കുക, x³ ഇത് 3 ചെയ്തിട്ട് നമുക്ക് എന്താണ് ഒബ്സർവേഷൻ മനസ്സിലാക്കുന്നത് അതൊന്ന് കൊടുക്കാം. അപ്പോൾ അത്രേ അവിടെ ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പോൾ അത് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, x² ഗ്രാഫ് വരയ്ക്കുന്നു. അപ്പോൾ ഇത് ആക്റ്റീവ് ആയിട്ടുണ്ട്, അതുകൊണ്ടാണ് അവിടെ വരാത്തത്. അപ്പോൾ ഇത് ക്യാപിറ്റൽ ലെറ്റർ x ആയിട്ടുണ്ട്. സ്മോൾ ലെറ്റർ x എന്നേ കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ അതൊന്ന് ക്ലിയർ ചെയ്യാം. ക്യാപിറ്റൽ ലെറ്റർ x അടിച്ച് വരാൻ സാധ്യതയില്ല. നമ്മൾ എൻട്രി അടിച്ചു. എന്നിട്ട് നമ്പർ സ്ലൈഡ് ക്രിയേറ്റ് ചെയ്യണം. ക്രിയേറ്റ് ചെയ്യുമ്പോൾ എ വരുന്നുണ്ട്. ഇപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഇതൊന്ന് മാറ്റി കൊടുക്കുക. -10 to +10 എന്ന് മാറ്റി കൊടുക്കുകയാണ് നല്ലത്. 0.1 അത് എത്രയും കൂട്ടിയാലും അത് നമുക്ക് പ്രശ്നമില്ല. അപ്പോൾ എ എന്ന് പറഞ്ഞാൽ സ്ലൈഡ് ക്രിയേറ്റ് ചെയ്ത് അടുത്ത് ഇവിടെ കൊടുക്കേണ്ടത് ഫംഗ്ഷൻ ഓൾറെഡി എഫ് ആണ് പേരുള്ളത്. അപ്പോൾ നമ്മളിവിടെ എന്ത് ചെയ്യണം, f+a എന്ന് മാത്രം കൊടുത്താൽ മതി, വേറെ ഒന്നും ചെയ്യേണ്ട. എ എന്ന് പറഞ്ഞാൽ സ്ലൈഡറിൻ്റെയും എഫ് എന്ന് പറഞ്ഞാൽ ഫംഗ്ഷൻ. അപ്പോൾ അതാണ് നമുക്ക് g(x) ആയിട്ട് കിട്ടുന്നത്. അപ്പോൾ നമ്മളിവിടെ മാറ്റം വരുത്തുമ്പം അതിവിടെ മാറിക്കോളും. അപ്പോൾ ഇത് നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റും കൃത്യമായിട്ടും. അപ്പോൾ ഇവിടെ വാല്യൂ മാറുമ്പോൾ g(x)ന് എന്താണ് സമയം, f(x) മാറില്ല. പച്ച എന്ന് പറഞ്ഞാൽ f(x) ആണ്, അതൊരിക്കലും മാറില്ല.
റെഡായിട്ട് കാണുന്ന ജി ഓഫ് എക്സിൻ്റെ ഗ്രാഫിനാണ് മാറ്റം വരുന്നത്. അപ്പോൾ അതിലുള്ള വേരിയേഷൻ എങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കുന്നത്? അത് വൈ ആക്സിസിലൂടെ അപ്വേർഡ് ആൻഡ് ഡൗൺവേർഡ് ആയിട്ട് മൂവ് ചെയ്യുന്നു. അല്ലെങ്കിൽ ഒന്നും കൂടി പറയുകയാണെങ്കിൽ ദി ഗ്രാഫ് ജി ഓഫ് എക്സ് മൂവ്സ് അലോങ് അപ്വേർഡ് ആൻഡ് മൂവ്സ് അപ്വേർഡ് ആൻഡ് ഡൗൺവേർഡ് എന്ന രീതിയിൽ നമുക്കവിടെ ഒരു കൺക്ലൂഷൻ ഒബ്സർവേഷനായിട്ട് കൊടുക്കാം. അത് എങ്ങനെയാണ് മൂവ് ചെയ്യുന്നത്? അപ്വേർഡ് ഡൗൺവേർഡ് എന്ന് പറയുമ്പോൾ വെർട്ടിക്കലി അപ്വേർഡ് ആൻഡ് വെർട്ടിക്കലി ഡൗൺവേർഡ്. ആ വെർട്ടിക്കലി എന്ന് പറഞ്ഞ സെൻറ്റൻസ് ഇമ്പോർട്ടൻ്റ് ഉണ്ട്. അത് വളരെ വെർട്ടിക്കലി ഹൊറിസോണ്ടലി അതിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. ദി ഗ്രാഫ് ജി ഓഫ് മൂവ്സ് വെർട്ടിക്കലി അപ്വേർഡ് ആൻഡ് വെർട്ടിക്കലി ഡൗൺവേർഡ് അലോങ് വൈ ആക്സസ് എന്ന രീതി പറഞ്ഞാൽ മതി. അപ്പോൾ അതൊരു ഗ്രാഫിൻ്റെ പെർഫെക്ഷനെ. അതായത് എൻ്റെ വാല്യൂ കൂടുമ്പോൾ അപ്വേർഡായിട്ടാണ് മൂവുന്നത്, എൻ്റെ വാല്യൂ കുറയുമ്പോൾ ഡൗൺവേർഡായിട്ട് വാല്യൂ കുറയുന്നു. അതും കൂടി നിങ്ങളൊന്ന് അനലൈസ് ചെയ്ത് വെക്കുന്നത് എന്തുകൊണ്ടും ഗുണകരമാണ്. അപ്പോൾ ഇവിടെ ഒരു ഇൻപുട്ട് ബോക്സ് ക്രിയേറ്റ് ചെയ്ത് വെക്കാം ഫംഗ്ഷന് വേണ്ടി. പിന്നെ ഞാൻ കൊടുക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ CFUN ഫംഗ്ഷൻ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി അടിച്ചതാണ്. ഇവിടെ ഞാൻ ലിങ്ക് ചെയ്യേണ്ടത് ഫംഗ്ഷൻ മാറ്റുമ്പോൾ അതിന് ഓൾറെഡി മറ്റ് ജി ഓഫ് എക്സ് മാറിക്കോളും. അപ്പോൾ ലിങ്ക് ചെയ്തു. ഇപ്പോൾ ഇവിടെ ഉണ്ട്. ഇപ്പോൾ x² ആണ് നിലവിലുള്ള ഫംഗ്ഷൻ. അപ്പോൾ ഞാൻ മാറ്റി കൊടുക്കുകയാണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ട മോഡ് എക്സ് ആണ്. സോ ABS ആബ്സല്യൂട്ട് വാല്യൂ ഓഫ് എക്സ് ആണ്. സോ എൻ്റർ അടിക്കുക. എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഫംഗ്ഷൻ ശരിയാണോ നോക്കണം. ഇപ്പോൾ എക്സ് മോഡ് എക്സ് ആണ്, ഇവിടെ കാണില്ല. ഓക്കെ, തെറ്റാണെങ്കിൽ മാത്രമേ എറർന്ന് കാണിക്കൂ. അപ്പോൾ ഇത് മൂവ് ചെയ്യുക. ഇതും അതുപോലെ തന്നെ മൂവ് ചെയ്യുന്നുണ്ട്. എൻ്റെ വാല്യൂ 0 അടുക്കും തോറും അത് പഴയ ഗ്രാഫിൻ്റെ എഫ് ഓഫ് എക്സിൻ്റെ ഗ്രാഫിൻ്റെ അടുത്തടുത്ത് വരുന്നു. എഫ് ഓഫ് എക്സ് ഗ്രാഫിൻ്റെ അടുത്തടുത്ത് വരുന്നു പറയാം. അത് 0 ആകുമ്പോൾ എൻ്റെ വാല്യൂ 0 ആകുമ്പോൾ രണ്ടും ഒരേപോലെ തന്നെ ഒന്നിൻ്റെ മേലെ ഒന്നായിട്ട് കാണപ്പെടുന്നു. ഇതാണ് നമുക്കിവിടെ ഒബ്സർവേഷനായിട്ട് നിങ്ങൾ എഴുതേണ്ട കാര്യം മനസ്സിലാക്കി വെക്കുക. അങ്ങനെ നമുക്ക് അടുത്തതും കൂടി കൊടുത്തു നോക്കാം. അടുത്ത x³ കൊടുത്തു നോക്കുകയാണെങ്കിലോ, സോ x³ എന്ന് കൊടുക്കുമ്പോൾ x³ ആണല്ലോ. x³ കൊടുക്കുമ്പോഴും ഇതേപോലെ തന്നെയാണ് അതിൻ്റെ മാറ്റം. നമുക്കിങ്ങനെ മനസ്സിലാക്കി വെക്കാം. അപ്പോഴും ഡൗൺലോഡ് മനസ്സിലാക്കി വെക്കാം. പിന്നെ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ഫ്ലോർ ഓഫ് എക്സ് അടിക്കുമ്പോഴും നമുക്ക് ഇതേപോലെ തന്നെ കാണാൻ വേണ്ടി പറ്റും. ഇതിൻ്റെ മൂവ്മെൻറ്റ് ആദ്യം ഒറിജിനൽ വെച്ചിട്ട് മൂവ് ചെയ്യുക. ആദ്യം ഞാൻ സ്ലൈഡർ ഒറിജിനൽ വെച്ചു. ഒറിജിനൽ വെക്കുക. അപ്പോൾ എന്നാലേ നമുക്കത് കൃത്യമായിട്ട് ഒറിജിനൽ വെക്കുമ്പോൾ ഒരേപോലെ ഉണ്ട്. അതിനുശേഷം പതുക്കെ മൂവ് ചെയ്യാം. പതുക്കെ മൂവ് ചെയ്തു പതുക്കെ അത് അതേപോലെ അപ്വേർഡും കുറയുകയാണെങ്കിൽ അതേപോലെ ഡൗൺവേർഡും അതേപോലെ ഒരു ചേഞ്ചസും അവിടെ വരുന്നില്ല. അതാണ് അവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇത്രയും കാര്യങ്ങൾ എഫ് ഓഫ് എക്സ് പ്ലസ് എ പുറത്ത് വരുന്ന സമയത്ത് ഹൊറിസോണ്ടലി അപ്വേർഡ് ആൻഡ് ഹൊറിസോണ്ടലി ഡൗൺവേർഡ് ആയിട്ട് മൂവ് ചെയ്യുന്നു. എൻ്റെ വാല്യൂ കൂടുമ്പോൾ അപ്വേർഡാണ്, എൻ്റെ വാല്യൂ കുറയുമ്പോൾ ഡൗൺവേർഡാണ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒന്നാമത്തെ ആക്ടിവിൽ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം. ഇനി ആക്ടിവിറ്റി നമ്പർ 2 നോക്കാം. ഷിഫ്റ്റിംഗ് ഓഫ് എ ഗ്രാഫ് എഫ് ഓഫ് എക്സ് പ്ലസ് എ. അതായത് എ എന്ന് പറയുന്നത് ഫംഗ്ഷൻ്റെ അകത്താണ്. അപ്പോൾ ഇവിടെ അതേപോലെ തന്നെ വലിയ മാറ്റമൊന്നുമില്ല. ജി ഓഫ് എക്സ് ഫംഗ്ഷൻ കൊടുക്കുമ്പോൾ മാത്രമേ ചെയ്യാനുള്ളൂ. ഇത് അതേ ഫംഗ്ഷൻ തന്നെയാണ്. അപ്പോൾ അത് നമുക്ക് എങ്ങനെയാണ് കൊടുത്തു നോക്കാം. വലിയ മാറ്റമൊന്നുമില്ല. മാറ്റം എന്ന് പറയുമ്പോൾ ഈ ജി ഓഫ് എക്സ് ഡിഫൈൻ ചെയ്ത് മാത്രമേ മാറ്റുള്ളൂ. അപ്പോൾ അത് മാത്രമേ അവിടെ നമുക്ക് കാര്യമായിട്ട് ചെയ്യാനുള്ളൂ. അപ്പോൾ അതാണ് ഇപ്പം ഞാനിവിടെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ജി ഓഫ് എക്സ് റീഡിഫൈൻ ചെയ്താൽ മതി. എന്നാൽ പിന്നെ പ്രശ്നമില്ല. അത് ഡിലീറ്റ് ചെയ്തിട്ട് ഇവിടെ എഫ് ഓഫ് എക്സ് പ്ലസ് എ ഇങ്ങനെ ഡിഫൈൻ ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ഫംഗ്ഷനും ഫ്ലോർ ഒഴിവാക്കാം. അത് നമുക്ക് x² കൊടുക്കുന്നതായിരിക്കും നല്ലത്. x² കൊടുക്കാം. ഏറ്റവും സിമ്പിൾ x² ആണ്. എന്നിട്ട് ഓരോന്നായിട്ട് കൊടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇങ്ങനെ കൊടുത്തു. x² ഗ്രാഫ് ഒറിജിനൽ വെക്കുമ്പോൾ അതെന്തായാലും 0ൻ്റെ മേലെ വരാനായിരിക്കും സാധ്യത. ഒറിജിനൽ വെക്കുമ്പോൾ ഓരോ ഗ്രാഫും ഒന്നിൻ്റെ മേലെ ഒന്നായിട്ട് വരും. അപ്പോൾ ഇവിടെ സംഭവിക്കുന്ന കാര്യം എൻ്റെ വാല്യൂ കൂടുമ്പോൾ എന്ത് സംഭവിക്കുന്നു? എൻ്റെ വാല്യൂ കൂടുമ്പോൾ കർവ് മൂവ് ചെയ്യുന്ന എങ്ങോട്ട്? എൻ്റെ വാല്യൂ കൂടുമ്പോൾ നമ്മൾ മനസ്സിൽ പോകുന്നത് വലത്തോട്ടാണെന്ന് വിചാരിക്കും. അല്ല, എൻ്റെ വാല്യൂ കൂടുമ്പോൾ ദി ഗ്രാഫ്സ് മൂവ്സ് ഫ്രം റൈറ്റ് ടു ലെഫ്റ്റ്, ആ രീതിയിലാണ് പോകുന്നത്.
ഇവിടെ നിന്ന് ലെഫ്റ്റിലോട്ടാണ് മൂവ് ചെയ്യുന്നത് എന്ന കാര്യം. ഒറിജിനിൽ നിന്ന് ലെഫ്റ്റിലോട്ട് മൂവ് ചെയ്യുന്നു, ഒറിജിന് ലെഫ്റ്റിലോട്ട് മൂവ് ചെയ്യുന്നു. അതേ മൂവിൽ മൂവുന്നു, ഹൊറിസോണ്ടലി മൂവ് ചെയ്യുന്നു. അതും കൂടി ശ്രദ്ധിക്കേണ്ടതിന് ഹൊറിസോണ്ടലി ആയിട്ടാണ് ഈ ഗ്രാഫ് ഇങ്ങോട്ട് മൂവ് ചെയ്യുന്ന കാര്യം അവിടെ മനസ്സിലാക്കി വെക്കാം. എൻ്റെ വാല്യൂ കുറയുമ്പോൾ ഇറ്റ് മൂവ്സ് ഹൊറിസോണ്ടലി ഫ്രം ഒറിജിൻ ടു റൈറ്റ് ഹാൻഡ് സൈഡ്. ഫ്രം ഒറിജിനിൽ നിന്ന് റൈറ്റ് ഹാൻഡ് സൈഡിലോട്ടേക്ക് മൂവ് ചെയ്യുന്നു. അപ്പോൾ കുറയുമ്പോഴാണ് റൈറ്റ് ഹാൻഡ് സൈഡ് മൂവ് ചെയ്യുന്നത്. ആ ഒരു കാര്യം നമ്മൾ മനസ്സിൽ വിഷ്വലി വരണം. അത് നമുക്ക് ചെയ്യാൻ പറ്റും. ഇനി അവിടെ നമുക്ക് അവിടെ പറഞ്ഞിരിക്കുന്ന പ്രകാരം എക്സസൈസിൽ പറഞ്ഞിരിക്കുന്ന പരം ആബ്സല്യൂട്ട് വാല്യൂ ഓഫ് എക്സ് കൊടുത്തു നോക്കാം. അപ്പോൾ ഇവിടെയും അതേപോലെ തന്നെ വലിയ മാറ്റമൊന്നുമില്ല. കുറയുമ്പോൾ ഇങ്ങോട്ടും കൂടുമ്പോൾ ഇങ്ങോട്ടും എൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യുമ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡും എൻ്റെ വാല്യൂ കറസ്പോണ്ടിങ് ആയിട്ട് ഡിക്രീസ് ചെയ്യുമ്പോഴാണ് റൈറ്റ് ഹാൻഡ് സൈഡ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ അതേപോലെ നമുക്ക് എല്ലാം ഇങ്ങനെ ചെയ്യാവുന്നേ ഉള്ളൂ. ഫ്ലോർ ഫംഗ്ഷൻ FL OR എക്സ് അടിക്കുമ്പോഴും ഇതേ മെത്തേഡ് തന്നെയാണ്. 0 എത്തുമ്പോൾ രണ്ടും കോയിൻസൈഡ് ചെയ്യും. 0 എത്തുമ്പോൾ കോയിൻസൈഡ് ചെയ്യും. അതും കൂടി അറിഞ്ഞു വെക്കണേ. 0 എത്തുമ്പോൾ കോയിൻസൈഡ് ചെയ്യും. അടുത്ത ഫംഗ്ഷൻ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഏത് ഫംഗ്ഷൻ ആയിരിക്കും? എക്സ് ക്യൂബ് കൊടുക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? എക്സ് ക്യൂബ് കൊടുക്കുന്ന സമയത്തും ഇതേപോലെ തന്നെയാണ് നമുക്കിവിടെ വരുന്നുള്ള കാര്യം മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, അതാണ് നമ്പർ 2 എന്ന് പറയുന്നത്. ഇനി നമുക്ക് നമ്പർ 3 എന്ന് പറയുന്നത്, ആക്ടിവിറ്റി നമ്പർ 3 എന്ന് പറയുന്നത് റിഫ്ലക്ഷൻ ഓഫ് എ ഗ്രാഫ്. സാധാരണ നമ്മളൊരു കണ്ണാടി നോക്കുമ്പോൾ ഒരു ആൽഫബറ്റ് എടുത്ത് V എന്ന ഷേപ്പ് കണ്ണാടി കാണിക്കുക, തിരിച്ചാണ് കാണാം. റിഫ്ലക്ഷൻ. അപ്പോൾ അതേ ഒരു ക്രൈറ്റീരിയ ആണ് നമ്മളിവിടെ അപ്ലൈ ചെയ്യുന്നത്. ആ ക്രൈറ്റീരിയ ആണ് നമ്മളിവിടെ കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ നമുക്ക് സ്ലൈഡർ വേണ്ട. ഒരു ഗ്രാഫ് വരയ്ക്കുന്നു, ഡയറക്റ്റ് ആയിട്ട് -f എന്ന് കൊടുക്കുന്നു. അപ്പോൾ ഫംഗ്ഷൻ ഇൻപുട്ട് ബോക്സേ വേണ്ടു, മറ്റേത് നമുക്ക് വേണ്ടി വരുന്നില്ല എന്ന കാര്യം മനസ്സിലാക്കി വെക്കാം. നമുക്കിവിടെ കുറേ ഗ്രാഫ് ഉണ്ട്. ഇത് ഓരോന്നായിട്ട് നമ്മൾ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ റിഫ്ലക്ഷൻ തല തിരിച്ച് കിട്ടും. അത്രയേ ഉള്ളൂ. 1-2 ചെയ്ത് നോക്കേണ്ട ആവശ്യമേ ഉള്ളൂ. അപ്പോൾ അതാണ് നമ്മളിവിടെ ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്. തല തിരിച്ച് കിട്ടുന്നതാണ് റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. ആ ഒരു കാര്യം നമ്മളിവിടെ ചെയ്ത് നോക്കുന്നു. ഓക്കെ, അപ്പോൾ അത് നമുക്ക് ചെയ്ത് നോക്കാം. എങ്ങനെയാണ് റിഫ്ലക്ഷൻ ഗ്രാഫ് വരുന്ന കാര്യം ചെയ്ത് നോക്കാം മാത്രം. അപ്പോൾ ഇവിടെയുള്ള സ്ലൈഡ് നമുക്കിപ്പോൾ നിലവിൽ വേണ്ട. അപ്പോൾ ഡിലീറ്റ് ചെയ്യുന്നു. അപ്പോൾ ഡിലീറ്റ് ചെയ്യുമ്പോൾ ഫംഗ്ഷനും പോകും. അപ്പോൾ ഫംഗ്ഷൻ നമ്മൾ അടിക്കേണ്ടത് -f എന്നാണ് അടിക്കേണ്ടത്. അപ്പോൾ f ഓൾറെഡി വന്നിട്ടുണ്ട്, -f എന്ന് അടിക്കുന്നു. അപ്പോൾ നോക്കിയാട്ടെ എന്താണ് ഇവിടെ സംഭവിക്കുന്ന കാര്യം. ഇപ്പോൾ ഇത് ഗ്രാഫ് വരയ്ക്കുന്ന സമയത്ത് ഇപ്പോൾ എക്സ് ക്യൂബിൻ്റെ ഗ്രാഫാണ്, അതിൻ്റെ റിഫ്ലക്ഷനാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഞാൻ ഏറ്റവും സിമ്പിളായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന x² അടിക്കുവാണെങ്കിൽ എന്ത് സംഭവിക്കും നോക്കിയാട്ടെ. എക്സ് സ്ക്വയർ അടിക്കുമ്പോൾ പച്ചയാണ് നമ്മൾ ഒറിജിൻ ഗ്രാഫ്. അതിൻ്റെ റിഫ്ലക്ഷൻ എന്ന് പറയുമ്പോൾ താഴെയുള്ള ലൈറ്റ് റെഡ് ആയിട്ട് കാണുന്ന ഒരു ഓറഞ്ച് കളർ കാണുന്നതാണ് ഇതിൻ്റെ റിഫ്ലക്ഷൻ. ആ കളറും കൂടി നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ് തന്നിരിക്കുന്നത് എന്ന കാര്യം മനസ്സിലാക്കി വെക്കാം. ഇനി ഇൻപുട്ട് ബോക്സിൽ അവിടെയുണ്ട്. നമ്മൾ എഫിനാണ് കൊടുക്കുന്നത്. എഫിനനുസരിച്ചാണ് ജി മാറുന്നത്. x² + 2 x² - 1 കൊടുക്കാം. x² + 2 x² - 1 അവിടെ ഞാൻ കൊടുത്തു നോക്കാം. x² + 2 ആണ്. അപ്പോൾ +2 ആഡ് ചെയ്താൽ മതി. അപ്പോൾ നോക്കിയാൽ +2 എന്ന് പറയുമ്പോൾ ഫംഗ്ഷന് പുറത്താണ് വാല്യൂ ആഡ് ചെയ്യുന്നത്. അപ്പോൾ 2 യൂണിറ്റ് മേലോട്ട് വരും ഗ്രാഫ്. അതേപോലെ എന്ത് വരും, ഇതിനെ നേരെ ഇവിടെ വെച്ചിട്ട് മടക്കാണ്. ഇതൊരു പേപ്പറാണെന്ന് വിചാരിക്കുക. ഇതിൽ വെച്ച് നേരെ മടക്കുവാണെങ്കിലോ ഇതും നേരെ അങ്ങോട്ടും ഇങ്ങോട്ടും ജോയിൻ ചെയ്യുന്ന രീതിയിലാണ് നമുക്കിവിടെ കാണാൻ പറ്റുക. ശരിയാണല്ലോ, ജോയിൻ ചെയ്യുന്ന രീതിയാണല്ലോ കാണാൻ പറ്റുക. ഇനി വേറൊരു ഗ്രാഫ് എടുത്ത് നോക്കിയാൽ വേറൊരു ഗ്രാഫ് x² - 1 ആണല്ലോ. അപ്പോൾ x² - 1ന്റെ ഗ്രാഫ് എങ്ങനെയായിരിക്കും ഒന്ന് ആലോചിച്ച് നോക്കിയാൽ. x² ഗ്രാഫ് ഒറിജിനിലൂടെ പാസ് ചെയ്യുന്നത്. x² ഗ്രാഫ് ഒറിജിനിലൂടെ പാസ് ചെയ്യുന്നു. x² - 1 ആകുമ്പോൾ എന്ത് സംഭവിക്കും, അത് ഒരു യൂണിറ്റ് വെച്ച് താഴോട്ട് കുറയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഗ്രാഫ് എങ്ങനെ പാസ് ചെയ്യണം? x² ഗ്രാഫ് ഇങ്ങനെ പാസ് ചെയ്യും. x² - 1 ഒരു യൂണിറ്റ് താഴോട്ട് പുള്ള് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെയാണ് ശരിക്കും ആ ഗ്രാഫ് വരിക. അപ്പോൾ നമുക്ക് നോക്കാം ഗ്രാഫ് വരച്ചൊക്കെ x² മൈനസ് എന്ത് സംഭവിക്കുന്നു എന്ന കാര്യം നമുക്ക് നോക്കാം. അപ്പോൾ x² - 1ന്റെ ഗ്രാഫ് ഈ പച്ചയായിട്ട് കാണുന്നതാണ് x² - 1ന്റെ ഗ്രാഫ്. അപ്പോൾ അതിൻ്റെ റിഫ്ലക്ഷൻ എങ്ങനെയാണ് വരുന്നത്? ഇതാണ് അതിൻ്റെ റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. മനസ്സിലാവുമല്ലോ, റിഫ്ലക്ഷൻ കിട്ടി. ഇവിടെ അത്രയേ ഉള്ളൂ. അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ മനസ്സിലാക്കുക. അങ്ങനെ ഓരോന്നും നമുക്ക് ഫംഗ്ഷനകത്ത് കൊടുത്തു കഴിഞ്ഞാൽ റിഫ്ലക്ഷൻ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. അതാണ് ഇവിടെ പ്രതിപാദിക്കുന്ന കാര്യം മനസ്സിലാക്കി വെക്കുക. അങ്ങനെ നമുക്ക് ഇതിലുള്ള എല്ലാ കാര്യങ്ങളും കൊടുക്കാവുന്നേ ഉള്ളൂ. ഇതിലുള്ള എല്ലാ കാര്യങ്ങളും കൊടുക്കാൻ പറ്റും. mod x - 1 mod of x - 1 greatest integer value x
എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് 1/x. ഇതൊക്കെ നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ അതിൽ നമുക്ക് കാണാൻ പറ്റും. ഇത്രയും കാര്യങ്ങളെ അവിടെ ഉള്ളൂ, വേറൊന്നുമില്ല. അതിൻ്റെ റിഫ്ലക്ഷൻ എങ്ങനെയാണ് അതിൻ്റെ റിഫ്ലക്ഷൻ വരുന്ന കാര്യം മനസ്സിലാക്കി വെക്കാം. ഇത്രയേ ഉള്ളൂ. നമുക്കിനി അടുത്ത ആക്ടിവിറ്റിയിലോട്ട് കിടക്കാം. ലാസ്റ്റ് ആക്ടിവിറ്റി ഷിഫ്റ്റിംഗ് റിഫ്ലക്ഷൻ ഓഫ് എ ഗ്രാഫ് തന്നെയാണ്. ഈ ഗ്രാഫ് എന്ന് പറയുന്നത് എഫ് ഓഫ് മൈനസ് എക്സ്, നേരത്തെ മൈനസ് പുറത്താണ്, എഫിന് പുറത്താണ്. ഇത് ഫംഗ്ഷൻ അകത്ത് മൈനസ് കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കും? എഫ് ഓഫ് മൈനസ് എക്സ്, എഫ് ഓഫ് മൈനസ് എക്സ്, എഫ് ഓഫ് മൈനസ് എക്സ്, ഇങ്ങനെയാണ് കൊടുക്കേണ്ടത്. അപ്പോൾ എഫ് ഓഫ് മൈനസ് എക്സ് എന്ന് കൊടുക്കുമ്പോൾ ഫംഗ്ഷൻ മാറുന്നില്ല. ഞാൻ ഇതിപ്പോൾ ഇത് മാറ്റാണ്, ഇത് ഡിലീറ്റ് ചെയ്യുക. എഫ് ഓഫ് മൈനസ് എക്സ് എന്ന് കൊടുക്കുക, എന്ത് കൊടുക്കണം? എഫ് ഓഫ് ബ്രാക്കറ്റിൻ്റെ അകത്ത് മൈനസ് എക്സ് എന്ന് കൊടുക്കുക. അപ്പോൾ എന്ത് സംഭവിക്കും നോക്കിയാൽ, എഫ് ഓഫ് മൈനസ് എക്സ്, എഫ് ഓഫ് മൈനസ് എക്സ്. ആക്ച്വലി എഫ് ഓഫ് മൈനസ് എക്സ് എന്ന് പറയുമ്പോൾ രണ്ട് ഗ്രാഫ് ഒന്നിൻ്റെ മേലെ ഒന്നാണ് ഇവിടെ കാണുന്നത്. നോക്കിയാൽ അത് ഇല്ലയെന്ന് മനസ്സിലായി ഇത് നോക്കാൻ പറ്റും. ഇവിടെ വേറെ ഗ്രാഫ് ഉണ്ട്, അപ്പോൾ അതുകൊണ്ട് കട്ടിയിലായിട്ട് കാണുന്നത്. ഓക്കെ, എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു? ഇത് ഈവൺ ഫംഗ്ഷൻ ആണോ ഓഡ് ഫംഗ്ഷൻ ആണോ എന്നൊരു കാര്യമാണ് ഇവിടെ നമ്മൾ മൈൻഡ്സിൽ വരേണ്ടത്. എക്സ് സ്ക്വയർ മൈനസ് 1 എന്ന് പറയുന്നത് ഈവൺ ഫംഗ്ഷനാണ്. ഈവൺ ഫംഗ്ഷൻ്റെ ഗ്രാഫിലൊക്കെ നമ്മൾ കൊടുക്കുന്ന എഫിന് എന്താണ് ടൈപ്പ് എന്ന് അത് രണ്ടും ഒന്നിൻ്റെ മേലെ ഒന്നായിട്ട് വരും, കോയിൻസൈഡ് ചെയ്യും. ദാറ്റ് വിൽ ബി കോയിൻസൈഡ്. അതാണ് നിങ്ങൾ അവിടെയുള്ള ഒബ്സർവേഷൻ എന്ന് പറയുന്നത്, കോയിൻസൈഡ് ചെയ്യും. ഈവൺ ഫംഗ്ഷൻ, ഇത് ഈവൺ ഫംഗ്ഷൻ ആണ്. കാരണം എഫ് ഓഫ് മൈനസ് എക്സ് കിട്ടും, എഫ് ഓഫ് എക്സ് കിട്ടും, എഫ് ഓഫ് മൈനസ് എക്സ് കിട്ടും, എഫ് ഓഫ് എക്സ് കിട്ടും. അതാണ് ഈവൺ ഫംഗ്ഷൻ എന്ന് പറയുന്ന കാര്യം, ഈവൺ ഫംഗ്ഷൻ എന്ന് പറയുന്ന കാര്യം. അങ്ങനെ കിട്ടണം. അപ്പോൾ അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ കറസ്പോണ്ടിങ് ആയിട്ട് വാല്യൂ കൊടുക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, എഫ് ഓഫ് മൈനസ് എക്സ് കിട്ടും, എഫ് ഓഫ് എക്സ് ഈവൺ ഫംഗ്ഷൻ, എഫ് ഓഫ് മൈനസ് എക്സ് കിട്ടും, മൈനസ് എഫ് ഓഫ് എക്സ് ആണ് ഓഡ് ഫംഗ്ഷൻ. ഇനി ഇവിടെ നിങ്ങൾക്ക് എക്സ് ക്യൂബിൻ്റെ ഗ്രാഫ് ആയിരിക്കും തന്നെ മനസ്സിലാകുക. അത് എന്ത് ഗ്രാഫായിരിക്കും? എക്സ് ക്യൂബിൻ്റെ ഗ്രാഫ്, എക്സ് ക്യൂബിൻ്റെ ഗ്രാഫ് എന്തായിരിക്കും? ഓഡ് ഫംഗ്ഷൻ ആണ്. അപ്പോൾ ഗ്രാഫ് രണ്ട് വേറെ വേറെ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. റൈറ്റ്, രണ്ട് ഗ്രാഫ് നമുക്കിവിടെ വേറെ ആയിട്ട് കാണാൻ പറ്റും. പിന്നെ ഇവിടെ നമുക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? ഇവിടെ ജിയും എഫ് ഇവിടെ കാണുന്നുണ്ട്, പേര് ഇവിടെ കാണുന്നുണ്ട്. വേണമെങ്കിൽ നമുക്ക് ഈ കളറ് പ്രശ്നമാകുന്നുണ്ടെങ്കിൽ അതൊന്ന് മാറ്റി കൊടുക്കുക. കളറ് ഞാനിപ്പോൾ റെഡ് കൊടുത്തു, ഇത് ക്ലോസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാക്കാം കൃത്യം. രണ്ടും ഒരേ കളറാകുന്നതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടുണ്ട്. ഇങ്ങനെയാണ് ഗ്രാഫ് പോകുന്നത്. റിഫ്ലക്ഷൻ ഓഫ് എ ഗ്രാഫ്, റിഫ്ലക്ഷൻ ഓഫ് എ. ഇത് ഈവൺ ഓഡ് എന്നൊരു കേസാണ് നമുക്ക് ഇവിടെ വരുന്നത്. ഞാൻ ഇവിടെ എക്സ് റേസ് ടു 4 എന്ന് കൊടുക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? 4 കൊടുക്കുമ്പോൾ രണ്ടും വരുമ്പോൾ, കാരണം ഈവൺ ഫംഗ്ഷൻ ആണ്. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? ഓരോന്നായിട്ട് കൊടുത്തു നോക്കാം. ഇനി ഒരു രസകര ആബ്സലൂട്ട് വാല്യൂ കൊടുത്ത് നോക്കിയാൽ എന്ത് സംഭവിക്കും? എ ബി എസ്, അതായത് ആബ്സലൂട്ട് വാല്യൂ എന്ന് പറയുമ്പോൾ മോഡ് എക്സ് ആണ്. അവിടെ എന്ത് സംഭവിക്കും? അവിടെയും ഇറ്റ്സ് ഓൾസോ ഈവൺ ഫംഗ്ഷൻ ആണ്. ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ കൊടുത്ത് നോക്കാം, അവിടെ എന്ത് സംഭവിക്കും? ഫ്ലോർ എക്സ്, അവിടെ എന്ത് സംഭവിക്കും നോക്കിയാലോ. ഫ്ലോർ എക്സ് എന്ന് പറയുമ്പോൾ നമുക്കിത് ഇങ്ങനെയാണ് കിട്ടുന്നത്. ഫ്ലോർ എക്സ് എന്ന് പറയുമ്പം ശരിക്കും എന്ന് പറഞ്ഞാൽ നമുക്ക് അവിടെ ഡിഫൈൻ ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. ഈവൺ ആണോ ഓഡാണോ അവിടെ നമുക്കൊരു കാറ്റഗറൈസേഷൻ ചെയ്യേണ്ടി വരും. ഈവൺ ആണോ ഓഡാണോ, കാരണം എന്ത് നെഗറ്റീവ് വാല്യൂ കൊടുത്താലും ആ ഒരു നെഗറ്റീവ് ഇവിടെ വരും. പോസിറ്റീവ് വാല്യൂ കൊടുത്താലും ആ ഒരു പോസിറ്റീവ് വാല്യൂ വരും. ആ ഒരു കേസ് രണ്ടും നടക്കുന്നുണ്ട്. അതായത് എക്സ് സ്ക്വയറിൻ്റെ ഗ്രാഫിൽ നമ്മൾ എന്ത് നെഗറ്റീവ് കൊടുത്താലും പോസിറ്റീവാണ്. എക്സ് ക്യൂബിൻ്റെ ഗ്രാഫിൽ പോസിറ്റീവ് നെഗറ്റീവ് ആകുമ്പോൾ അവിടെ നെഗറ്റീവ് തന്നെ വരുന്നുണ്ട്. ഓക്കെ, പക്ഷേ ഈ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷനിൽ അത് ശ്രദ്ധിക്കാനുണ്ട്. കാരണം ഇവിടെ നെഗറ്റീവ് വാല്യൂ കൊടുക്കുമ്പോൾ -1.3 എന്ന് പറയുന്നത് ശരിക്കും അതിൻ്റെ വാല്യൂ എന്താ? -1.3 എന്ന് പറയുന്നത് -2 ആണ് വാല്യൂ, -2 ആണ്. അപ്പോൾ അവിടെ നമുക്ക് ഗ്രാഫ് വരയ്ക്കുന്ന സമയത്ത് നേരെ ഇത് ഈ രീതിയിലാണ് നമുക്ക് വാല്യൂ. ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജറിൻ്റെ ഒരു ഐഡിയ ഇവിടെ വെച്ചാൽ മതി, വേറെ കാര്യമായിട്ടൊന്നുമില്ല. ഇതിങ്ങനെയാണ് നമുക്ക് ഇത് സ്റ്റെപ്പ് ഫംഗ്ഷൻ എന്ന് പറയും. സ്റ്റെപ്പ് ഫംഗ്ഷനും വേണമെങ്കിൽ നമുക്കിതിനെ സൂചിപ്പിക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, സ്റ്റെപ്പ് ഫംഗ്ഷൻ. അതുകൊണ്ടാണ് ഇത് ഫ്ലോർ ഉണ്ട്, ഈ താഴെ സിമ്പൽ വ്യത്യാസമുണ്ട്. നമ്മൾ ടെക്സ്റ്റ് യൂസ് ചെയ്യുമ്പം ഇങ്ങനെ ക്ലോസ് ആയിരിക്കും. ശരിക്കും സിമ്പൽ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്, ഈ മുകളിൽ ഒരു മടക്ക് ഉണ്ടാവില്ല. ഓക്കെ, ഫ്ലോർ എന്നാണ് താഴെ, ഫ്ലോർ, അതാണ് അതിൻ്റെ ഉദ്ദേശം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മളെ ഈ ലാബിൽ വരുന്ന കാര്യം. വളരെ സിമ്പിളാണ്, അത്ര ബുദ്ധിമുട്ടൊന്നും ഇതിൽ വരുന്നില്ല എന്ന കാര്യം ഒരിക്കൽ കൂടി ഓർത്തു വെക്കുക. ദെൻ ഇതിൻ്റെ മോഡൽ എക്സാമിൻ്റെ
ക്വസ്റ്റ്യൻ്റെ ഒരു പ്രാക്ടീസാണ് നെക്സ്റ്റ് ഉള്ളത്. അപ്പോൾ അടുത്ത നെക്സ്റ്റ് സെഷനായിട്ട് നമുക്കത് ചെയ്യാം. ഓക്കെ, അത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ വർക്ക് കഴിഞ്ഞു. വളരെ സിമ്പിൾ വർക്കായിട്ട് നമുക്ക് പോകാൻ പറ്റും. ഇത്രയും പറഞ്ഞുകൊണ്ട് ലാബ് 2ൻ്റെ ഒരു റിവിഷനായിട്ട് ഇതിനെ എടുക്കാം. ഇത്രയും പറഞ്ഞുകൊണ്ട് ക്ലാസ് നമുക്ക് നിർത്താം. ഓക്കെ.